ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫ്രൈ പാനിൽ എങ്ങനെയാണ് മുട്ട ബിസ്ക്കറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മുട്ടയും പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ വന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 മുട്ട വെച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് 1/3 കപ്പിൽ പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പിൻ്റെ 1/3 ഭാഗമാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ബട്ടറാണ് നല്ലത്, ബട്ടർ ഉള്ളവർ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാനൊരു 4-5 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി, നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടി ചേർത്തതേ ഉള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാം. കാരണം ഇതെല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുള്ളതല്ലേ ബേക്കറിയിൽ നിന്നൊക്കെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് ഇതിനകത്തോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നല്ലപോലെ നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിതേ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ശരിയായാലും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഡ്രോപ്പ് ആക്കി ഇടാൻ പറ്റുള്ളൂ. നമ്മൾ സാധാരണ മുട്ട ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി ശരിയാവണം. അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. നമുക്കിതിങ്ങനെ എടുക്കുന്ന സമയത്ത് വിട്ട് പോകാൻ പാടില്ല. കറക്റ്റ് ഒരു 8 എന്നുള്ള ഷേപ്പ് നമുക്കിങ്ങനെ എഴുതാൻ പറ്റണം, മുറിഞ്ഞ് പോവാതെ തന്നെ. കണ്ടില്ല ഞാനിപ്പോൾ കാണിച്ച പോലെ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് ഡ്രോപ്പ് ആക്കിയിട്ട് നമുക്ക് പാനിലേക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മിൽമേൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടല്ലോ, അത് എടുത്താലും മതി. ഇല്ലെങ്കിൽ നമുക്ക് സോസിൻ്റെ ബോട്ടിലൊക്കെ ഇല്ലേ, അതിനകത്താക്കിയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മൊത്തമായിട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ഞാനിത് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേൾഭാഗം ഒന്ന് കെട്ടിയിട്ട് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇതിൻ്റെ അറ്റം നമ്മളിനി കട്ട് ചെയ്തിട്ട് പാനിലേക്ക് ഡ്രോപ്പ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കിത് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അടികട്ടിയുള്ള ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അടികട്ടിയുള്ള പാൻ തന്നെ എടുക്കാൻ നോക്കുക, എന്നാലും നമുക്ക് ഒട്ടും തന്നെ കരിയാതെ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പൈപ്പിംഗ് ബാഗിൻ്റെ. അപ്പോൾ ആദ്യം ചെറിയൊരു ഹോൾ മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആദ്യത്തേത് നമ്മൾ ഒരെണ്ണം ഇതുപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് മതിയോ ഇനിയും കട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, എന്നാലേ കറക്റ്റായിട്ട് വരുന്നുണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ചെറിയൊരു റൗണ്ട് മാത്രം മതി, കാരണം കുഞ്ഞു ബിസ്ക്കറ്റാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മൊത്തമായിട്ട് ചെറുതായിട്ടൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. വെന്ത് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് വലുപ്പം വെക്കും. അപ്പോൾ ആ ഗ്യാപ്പ് ഇട്ടിട്ടില്ലെങ്കിൽ എല്ലാം കൂടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എളുപ്പത്തിനായിട്ട് ഇതുപോലെ 1-2 പാനൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ വേഗം തന്നെ നമുക്ക് പരിപാടി കഴിയും. ഇല്ലെങ്കിൽ നമുക്ക് ഓരോ പാന് തീരുന്നത് പിന്നെയും ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ 2 പാനിലായിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച് തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ അടിയിലൊരു തവ വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് വേണം നമ്മുടെ ഫ്രൈ പാൻ വെക്കാനായിട്ട്. അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കണം. അടച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വേവിക്കാനായിട്ട്. ഫ്ലെയിം ആണെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക, ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 തൊട്ട് 15 മിനിറ്റ് വരെ എടുക്കും ഇതൊന്ന് റെഡിയാവാനായിട്ട്. നമുക്കിത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും, സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞ് വന്ന പോലെ കാണാൻ പറ്റും മേലെ നോക്കുമ്പോൾ. അതുപോലെ മേൽഭാഗം നന്നായിട്ട് ഡ്രൈ ആയിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ഒരു വശം നന്നായിട്ടൊന്ന് ബ്രൗൺ ആയിട്ടുണ്ട്, മേൽവശം നന്നായിട്ട് യെല്ലോ കളറിലാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും മതി. എനിക്ക് ഏകദേശം ഒരു 12 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് ഈ ബാച്ച് എടുത്ത് മാറ്റിയിട്ട് ഇതേപോലെ തന്നെ ബാക്കി ചെയ്തെടുത്താൽ മതി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ചൂടോടെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ചൂടാറുന്ന സമയത്താണ് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു നല്ല കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം നല്ല ക്രിസ്പി ആയിട്ട് കേടാവാതെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളോട് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.